ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സെക്കൻഡ് സ്റ്റേറ്റ് കുത്താൻ ഇഷ്ടമുള്ളവരായിരിക്കില്ലേ കുറേ പേര്. പക്ഷെ പേടി കാരണം അങ്ങോട്ട് കുത്താനായിട്ട് ആരും തയ്യാറാവുന്നുണ്ടാവില്ല. എന്നാൽ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമുള്ളൊരു വീഡിയോ ആണിത്. കൂടാതെ കുറച്ച് നാളായി നമ്മൾ DIY മോഡൽ കമ്മലുകൾ ചെയ്തിട്ട്, അപ്പോൾ പിന്നെ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2-3 മോഡലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഒരു 3 മോഡൽ കമ്മലും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സെക്കൻഡ് സ്റ്റേഡും കൂടി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഫ്ലവറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ടിയാരയ്ക്കൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അത് 2 നമ്മുടെ കമ്മലിന് വേണ്ടിയിട്ട്. അത് നമുക്ക് സ്റ്റഡ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ നമുക്കിതുപോലത്തെ ചാംസൊക്കെ കിട്ടും. നമ്മൾ ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന രീതിയിൽ വരുന്നതാണ്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇയർ ഹൂക്ക് വേണം, സ്റ്റഡിൻ്റെ ചെറിയ ബേസ് വേണം, ഇതുപോലത്തെ ചെറിയ സൈഡ് റിങ് വേണം, ചെറുതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഐപ്പിന്നാണിത്. ഇത്രയും ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കമ്മലുകളൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒട്ടിച്ച് വെക്കാനുള്ളതൊക്കെ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഒട്ടിച്ച് വെക്കണം. എങ്കിലാണ് നമുക്ക് കമ്മലിൻ്റെയൊക്കെ ഫൈനലായിട്ട് ചെയ്ത് വരുമ്പോൾ അത് ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റഡിൻ്റെ ബേസിലേക്ക് നമ്മളിവിടെ ഹാഫ് ബീഡാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഞാൻ വൈറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കോൺട്രാസ്റ്റ് കളറുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ഫ്ലവറിന് മാച്ച് ആയിട്ടുള്ളതില്ല. അപ്പോൾ ഞാൻ വൈറ്റ് തന്നെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ 2 സ്റ്റഡിൻ്റെ ബേസിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൈയോടെ തന്നെ ഫ്ലവറിലും ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ചിലപ്പോൾ നമ്മൾ ആ ഫ്ലവറിലേക്ക് വെക്കുന്ന ടൈമിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി അത് കറക്റ്റ് ആ പൊസിഷനിൽ നിൽക്കില്ല. കണ്ടോ, ഇത് നമുക്കൊരു സ്റ്റഡായിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ പല കളറിൽ നമുക്ക് സ്റ്റഡുകൾ ചെയ്യാൻ പറ്റും, ചെറിയ സ്റ്റഡ് ബേസിൽ. അപ്പോൾ ഇനി ഇത് ഉണങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം ഫ്ലവറിലേക്ക്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ഹാങ്ങിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് ഞാൻ ചെറിയ സൈഡ് റിങ് എടുത്തിട്ട് നമ്മൾ ഐപ്പിൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഐപ്പിന്നിലും ഈ ഒരു ചാംസിലും കൂടി കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ആദ്യം ചാംസ് ഇട്ട് അത് കഴിഞ്ഞ് ഐപ്പിന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ ലോക്ക് ചെയ്യുകയാണ്. വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞില്ലേ, DIY മോഡൽ തന്നെയാണ്, നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ഇതെനിക്കൊരു ബീഡ്സിൻ്റെ കിറ്റിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനതൊരു കമ്മലാക്കി എടുത്തു. അപ്പോൾ ഇതുപോലത്തെ ചാംസൊക്കെ വെച്ചിട്ട് നമുക്ക് പല മോഡൽ കമ്മലുകൾ ചെയ്തെടുക്കാം. ഇത് നല്ല ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു മോഡലാണ്. ആ ഐപ്പിന്നിൻ്റെ ആ ഒരു ലെങ്ത്തിൽ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഹാങ് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ അത് കുറച്ച് ഞാൻ കട്ട് ചെയ്ത് കളയേണ്ടി. ഇത്രയും ഹാങ്ങിങ്സ് എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു നീളം കുറയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റഡ് വേണമല്ലോ. പിന്നെ അത് തന്നെയല്ല, നമ്മളിത് സ്റ്റഡ് മാത്രമായിട്ടല്ല യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഇയർ ഹൂക്ക് കൂടി ഇട്ടിട്ടും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇയർ ഹൂക്കും കൂടി വരുമ്പോൾ കുറച്ചും കൂടി ലെങ്ത്ത് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഐപ്പിന്നിൻ്റെ ആ ഒരു കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയുന്നത്. ഇനി നമുക്കിത് ഇത് വളച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് അടുത്ത ഐപ്പിന്നും കൂടി കറക്റ്റ് സൈസിലൊന്ന് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ രണ്ടും ഒരേപോലെ കിട്ടും. നമ്മളിത് വളച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സൈസ് കറക്റ്റ് ആക്കാൻ നിന്നാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് സൈസ് റെഡിയാക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് അവിടെ ഒരു ഹൂക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ച് തന്നിട്ടുണ്ട്. ഇതുപോലെ ജസ്റ്റ് റൈറ്റിലേക്ക് ഒന്ന് ആക്കുക. അതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ച് ഒരു 3 വട്ടം തിരിച്ചു കൊടുത്താൽ നമുക്ക് കറക്റ്റ് അവിടെ ആ ഒരു ഹൂക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിന് മുമ്പിലത്തെ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വല്ലാതെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാത്തത്. അപ്പോൾ അതേ കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിൽക്കണം, എങ്കിലേ നമുക്ക് സ്റ്റഡിൻ്റെ ബേസ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതുപോലെ നിൽക്കണം സ്റ്റഡിൻ്റെ ബേസ്. അപ്പോൾ അത് അങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ തന്നെ വരണം. ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കറക്റ്റ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അതേ നമ്മൾ ഒരു കമ്മലിൻ്റെ ആ ഒരു ഹാങ്ങിങ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇയർ ഹൂക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇയർ ഹൂക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ എടുത്തിരിക്കുന്ന ആ ഒരു ഹൂക്കിലേക്ക് നമ്മുടെ ഇയർ ഹൂക്കിനെ ജസ്റ്റ് ഒന്ന് അകത്തിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് സിൽവറാണ് കേട്ടോ ഭംഗി. സിൽവർ ഐപ്പിനും അതുപോലെ തന്നെ ഇയർ ഹൂക്കൊക്കെ സിൽവർ എടുക്കുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും കുറച്ചും കൂടി ഭംഗി ഗോൾഡിനേക്കാളും. അപ്പോൾ ഇതുപോലെ ഇയർ ഹൂക്ക് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഐപ്പിനെ അതിലേക്ക് കയറ്റിയിട്ടിട്ട് നമുക്കതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കമ്മൽ തന്നെയാണ് നമ്മൾ സ്റ്റഡിൻ്റെ ബേസിലും കൂടി ചെയ്യുന്നത്. സെയിം തന്നെയാണ്, 2 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇയർ ഹൂക്കിന് ജസ്റ്റ് ഒന്ന് ഊരി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെയും ഇത് വിയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു മോഡൽ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റഡ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഹാഫ് ബീഡ് ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫ്ലവറിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഗ്ലൂ ഒന്ന് സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവർ റെഡി ചെയ്യേണ്ടത്. ഇത് സ്റ്റഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആ സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റഡിൻ്റെ ബേസിൽ ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇറക്കി കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ കറക്റ്റായിട്ട് ഒട്ടി കിട്ടും. ഇങ്ങനെ ആദ്യമേ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കമ്മൽ തന്നെ നമ്മൾ 3 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് മാത്രമായിട്ട് സ്റ്റഡ് മാത്രമായിട്ട് ഉപയോഗിക്കാം. ഈ സ്റ്റഡിൽ ഇട്ടിട്ട് നമുക്കത് ഹാങ് ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇയർ ഹൂക്ക് മാത്രം ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം. അങ്ങനെ ഒരു കമ്മൽ തന്നെ 3 രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് കമ്മലാണ് ഇഷ്ടമായി എന്നുള്ളതൊന്ന് കമൻറ്റിൽ പറയുക. സ്റ്റഡാണോ അതുപോലെ ഹാങ് ചെയ്തിട്ടതാണോ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത മോഡലുകളാണോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളതൊന്ന് കമൻറ്റിൽ പറയാം. എന്തായാലും നിങ്ങൾ
കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ അതേ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റഡ് ഇട്ടിട്ടുള്ള മോഡൽ ഇതാ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കമ്മലിലേക്ക് പോകാം. അടുത്തതാണ് നമ്മൾ പറഞ്ഞത് സെക്കൻഡ് സ്റ്റഡ് മോഡൽ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സൈഡ് റിംഗ് ആണ്. അത് വലിയ സൈഡ് റിംഗ് ആണ് കേട്ടോ. നമ്മുടെ ഗോൾഡൻ്റെ സൈഡ് റിംഗ് എടുത്തിട്ടുണ്ട്. ഇതിന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അകത്തുക. ഇതുപോലെ അകത്തി കഴിഞ്ഞിട്ട് നമ്മുടെ കാതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ലൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കറക്റ്റ് സൈസാക്കി കൊടുക്കുക. നമ്മുടെ കാതിലേക്ക് കയറുന്ന അതേ രീതിയിൽ നമ്മൾ എവിടെയാണോ സെക്കൻഡ് സ്റ്റഡ് ഇടുന്നത്, ചിലത് കാതിൻ്റെ മുകളിലൊക്കെ ഇടും. അപ്പോൾ എവിടെയാണോ നമുക്കത് വേണ്ടതെന്ന് വെച്ചാൽ അവിടേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാതിൻ്റെ ആ ഒരു കറക്റ്റ് സൈസിൽ കിട്ടും. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് സൈസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുകയാണ്. വൈറ്റ് സ്റ്റോണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ ഇടയിൽ ഇതുപോലെ സ്റ്റോണുകൾ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി നമ്മളിത് ഒട്ടിക്കാൻ ഇത്തിരി പാടാണ്, കാരണം ഇതൊരു ചെറിയതാണ് സൈഡ് റിങ്. അപ്പോൾ അതിലേക്ക് ഒട്ടി കിട്ടണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഗ്ലൂ വെച്ചിട്ട് ആ വച്ചത് ഒന്ന് ഡ്രൈ ആയിട്ട് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഒട്ടിക്കാൻ പാടുള്ളൂ. ഒരു 2-3 സ്റ്റോൺ ഒട്ടിച്ചിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. കണ്ട, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഊർന്ന് പോരും. അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്യുക, ഒരു 2 സെക്കൻഡൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഒന്ന് ഡ്രൈ ആയിട്ട് അടിയിലേക്ക് ഗ്ലൂ എടുത്തിട്ട് അടുത്തത് അങ്ങനെ ഒട്ടിച്ചെടുക്കുക. അങ്ങനെയാണ് നല്ലത്. ഇല്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും നമുക്കിത് ഒട്ടി കിട്ടാനായിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടിയിലേക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് 2 സൈഡ് റിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കാതിലേക്കും ആയിട്ടുണ്ട്. ഞാൻ ഇട്ട് കാണിക്കുന്നുണ്ട്, മുകളിലെ കാതിൽ ഇട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്, അത് കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ സൈഡ് റിങ്ങിൻ്റെ ആ ഒരു തുമ്പ് കുത്തിക്കൊള്ളുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇട്ട് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ വല്ലാതെ വലിച്ചെടുക്കാതൊക്കെ ഇരുന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതുപോലെ ഹാർഡായിട്ടൊന്നുമല്ല അതിൻ്റെ തുമ്പിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നവുമില്ല. സ്റ്റോണൊന്നും ഒട്ടിക്കിട്ടുന്ന വരെയാണ് നമുക്കൊരു ഇത്തിരി ബുദ്ധിമുട്ട്. കാരണം നമ്മുടെ കൈമ പശയായി കഴിയുമ്പോൾ പിന്നെ ആ ഒരു സ്റ്റോൺ ഇങ്ങനെ കൈമഴിക്ക് കൂടെ പോരും. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഓരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഓരോ ലെയർ ഇങ്ങനെ ഒട്ടിച്ച് പോവുക. അപ്പോൾ ഈ ബാലൻസ് കട്ട് ചെയ്ത് മാറ്റി രണ്ടാമത്തെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതിൽ എത്ര എണ്ണം സ്റ്റോൺ വന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ട് അത്രയും കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഒട്ടിക്കുമ്പോൾ നമുക്കറിയാമല്ലോ എത്ര സ്റ്റോണാണ് അവിടെ വന്നിരിക്കുന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്കത് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒരു എളുപ്പമാണ്. അപ്പോൾ അത്രയും പോർഷൻ അതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം, നമുക്ക് കറക്റ്റ് കിട്ടണതല്ലേ. പക്ഷേ ഫസ്റ്റ് നമുക്ക് അങ്ങനെ എന്തായാലും ചെയ്യാൻ പറ്റില്ല ഈ ഒരു മോഡലൊക്കെ. കാരണം കറക്റ്റ് നമുക്ക് എത്ര വരും എന്ന് നമുക്കിത് പിടിച്ച് നോക്കിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് കുറച്ചൊരു ആ ഒരു സ്റ്റോൺ ഒട്ടിക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ അതാണ് ഇതിൻ്റെ മെയിൻ പാർട്ടും. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആയിരിക്കും കുറച്ച് ബുദ്ധിമുട്ട് ഇതൊന്ന് ചെയ്താൽ. കറക്റ്റ് എന്ന് വെച്ചാൽ കമ്പി വളരെ തിന്നാണല്ലോ. അപ്പോൾ അതിലേക്കൊന്ന് ഒട്ടി കിട്ടാൻ, പക്ഷെ ഒട്ടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി സെക്കൻഡ് സ്റ്റഡും ആവും. അപ്പോൾ ഒത്തിരി നമ്മൾ കഷ്ടപ്പെട്ടാലും നമുക്ക് അടിപൊളി സെക്കൻഡ് സ്റ്റഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. സെക്കൻഡ് സ്റ്റഡ് കുത്താൻ പറ്റാത്തവരുണ്ട്, എന്നാൽ ഇടാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് രണ്ടും ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ കാതിലിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് സെക്കൻഡ് സ്റ്റഡ് മാത്രമല്ല, നമുക്കിത് മൂക്കുത്തിയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. മൂക്കിലേക്ക് ഇട്ടിട്ട് അതൊന്ന് കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ മൂക്കുത്തിയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. വലിച്ചൂരി എടുക്കരുത്, നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ഇടാനും ഊരാനും നോക്കണം. ഇതാപ്പം കണ്ടോ, കാതിലിട്ടിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കറക്റ്റ് ആ ഒരു ഫിറ്റിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡൽ കമ്മൽ നോക്കാം. അപ്പോൾ അതിന് ഞാൻ ഇതുപോലത്തെ ഇയർ ഹൂക്കാണ് എടുത്തിരിക്കുന്നത്. ഞാൻ വേറൊരു മോഡലിൽ ചെയ്യാനായിട്ടാണ് ആദ്യം ഉദ്ദേശിച്ചതാണ്. അവിടെ അടിയിലൊരു ഗ്രീൻ കളറിലുള്ള ഒരു ബോർഡ് ചാംസ് ഇരിക്കുന്നത്. പക്ഷെ അത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ആ സ്റ്റോണൊന്ന് ഒട്ടിച്ചെടുത്തു. സെക്കൻഡ് സ്റ്റഡിന് ചെയ്ത പോലെ തന്നെ ഫുള്ളായിട്ട് ആ വൈറ്റ് സ്റ്റോണൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതും വളരെ സിമ്പിളാണ്, DIY മോഡൽ തന്നെയാണ്, നമുക്ക് എളുപ്പം ചെയ്തെടുക്കാം. പക്ഷേ ഇതൊക്കെ ഫൈനൽ ലുക്ക് നല്ല ഭംഗിയാണ്. ഇതിൽ എത്രയ്ക്ക് കറക്റ്റ് എനിക്ക് കളർ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾക്കത് ഡയറക്റ്റ് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുക. കറക്റ്റ് നമ്മൾക്ക് ആ ഒരു സ്റ്റോണൊക്കെ വെച്ച് നമ്മൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു മോഡൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനൊക്കെ നല്ല റേറ്റ് ആവും, കാരണം സ്റ്റോൺ വെച്ചിട്ട് വരുന്ന കമ്മലുകൾക്കൊക്കെ നന്നായിട്ട് നല്ല റേറ്റ് തന്നെയുണ്ട് ഷോപ്പിൽ. ഇതൊക്കെ നമുക്ക് ഈ ഇയർ ഹൂക്കിനൊക്കെ 5 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പീസ് സ്റ്റോൺ ചെയിനും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കമ്മലുകൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഇതിനൊന്നും അധികം സമയവും വേണ്ട, നമുക്കധികം മെറ്റീരിയൽസും വേണ്ട. അപ്പോൾ അതേ നമ്മളത് ഫുള്ളായിട്ട് ഇതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറേശ്ശെ ഒട്ടിച്ച് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം അടുത്തത് ഒട്ടിച്ച് അങ്ങനെ കംപ്ലീറ്റ് ആക്കി എടുക്കുക. ബാലൻസ് കട്ട് ചെയ്യുക. രണ്ടാമത്തേൽ ചെയ്യാൻ എളുപ്പമായിരിക്കും, കാരണം നമുക്കതിൻ്റെ കറക്റ്റ് സൈസ് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം. എത്ര സ്റ്റോൺ ഉണ്ടെന്ന് നോക്കിയിട്ട് ചെയ്യാം. ആദ്യത്തെ ഒട്ടിക്കാൻ മാത്രമാണ് കുറച്ചൊരു ബുദ്ധിമുട്ട്.
അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ കമ്മലും കിട്ടി കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. ഇപ്പോൾ സ്റ്റോൺ വെച്ച് ചെയ്ത 2 മോഡൽ ഇതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാം ലാസ്റ്റിൽ ഓരോ വീഡിയോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഏത് കമ്മലാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ മോഡലുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.